പ്രൈസ് ദി ലോർഡ്. യഹോവയെ സ്തുതിപ്പീൻ. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്. അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. ഫിയർലെസ് മിഡ് നൈറ്റ്, ഭയരഹിത അർദ്ധരാത്രി. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. നായാട്ടിന് പോയ ഒരു രാജകുമാരനും വിശ്വാസിയായ അംഗരക്ഷകനും വഴിതെറ്റി ഘോരവനത്തിനുള്ളിൽ അകപ്പെട്ടു. എന്നാൽ നിശയുടെ ഘനവും ഘോരമൃഗങ്ങളുടെ അലർച്ചയും കൊണ്ട് രാജകുമാരന് ഉറങ്ങാനായില്ല. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ഭയം അദ്ദേഹത്തെ അലട്ടി. ദൈവഭക്തനായ അംഗരക്ഷകൻ അദ്ദേഹത്തോട് പറഞ്ഞു, യജമാനനെ, കഴിഞ്ഞ പകൽ ദൈവമല്ലേ നിയന്ത്രിച്ചത്? അടുത്ത പകലും ആ ദൈവമല്ലേ നിയന്ത്രിക്കുന്നത്? രാജകുമാരന് ദേഷ്യം വന്നു. എടോ, അതിന് അടുത്ത പകൽ വരണ്ടേ? ഈ അർദ്ധരാത്രിയുടെ ഭയത്തെ ആര് മാറ്റും? ശരിയാണ് കുമാരൻ പറഞ്ഞത്. 2 പകലിനെയും ദൈവമല്ലേ നിയന്ത്രിക്കുന്നത്? അപ്പോൾ ഈ 2 പകലിനെയും ബന്ധിപ്പിക്കുന്ന അർദ്ധരാത്രി ഓർത്ത് അങ്ങ് വിഷമിക്കേണ്ട. ജീവിതത്തിലും ഈ അർദ്ധരാത്രി അനുഭവമുണ്ടെന്നും അവിടെ ദൈവം കൂടുണ്ടെന്നും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്നും അങ്ങയെ പഠിപ്പിക്കാനുള്ള ഒരു മുഖാന്തരമായി ഇത് കണ്ടുകൂടെ? ജീവിതത്തിലെ അർദ്ധരാത്രി അനുഭവത്തിലും ആ മാറിൽ ചാരി ആശ്വസിക്കാം. ഇത് കേട്ടപ്പോൾ കുമാരന് സമാധാനമായി. അദ്ദേഹം സന്തോഷത്തോടെ ഉറങ്ങി. അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 22 മുതൽ 25 വരെയുള്ള ഭാഗത്ത് അർദ്ധരാത്രിയിൽ കഠിന വേദന അനുഭവിച്ച പൗലോസിനെയും ശീലാസിനെയും കാണുന്നു. ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഇവരെ ന്യായമല്ലാത്ത ആചാരം പറയുന്നവരായി ചിത്രീകരിച്ചാണ് ഉപദ്രവിച്ചത്. ആ കുറ്റം പറഞ്ഞ് ജനത്തെ അവർക്കെതിരെ തിരിച്ചു. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ടടിപ്പാൻ കൽപ്പിച്ചു. അതിനുശേഷം അവരെ തടവിലാക്കി സൂക്ഷ്മത്തോടെ കാപ്പാൻ കാരാഗൃഹ പ്രമാണിയോട് കൽപ്പിച്ചു. എന്നാൽ അർദ്ധരാത്രി അനുഭവത്തിലായ അവർ ആ അവസ്ഥയിലും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. പ്രിയ ദൈവമക്കളെ, നാം ഓരോരുത്തരും പല വിധത്തിലുള്ള അർദ്ധരാത്രി അനുഭവത്തിലായിട്ടല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ പല അവസരങ്ങളിൽ കടന്നുപോയത്? ക്ലോക്കിലെ സമയമല്ല, ആ 12 മണി അല്ല നിങ്ങൾ നോക്കേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരർദ്ധരാത്രിയുണ്ട്. ഈ അനുഭവത്തിൽ അത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നാം പലപ്പോഴും പതറിപ്പോകും. നിരാശയുടെ വാക്കുകൾ നമ്മിൽ നിന്ന് പുറത്തു വരും. എന്നാൽ ആമത്തിലായിട്ടും ദേഹം മുഴുവൻ മുറിവുള്ളവരായിട്ടും ദൈവം നൽകിയ നാവും ശബ്ദവും ഇവർ പ്രാർത്ഥനയ്ക്കും സ്തുതിക്കുമായി ഉപയോഗിച്ചു. എന്താണ് കാരണം? മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ബുദ്ധിയുള്ള 5 കന്യകമാരെയും ബുദ്ധിയില്ലാത്ത 5 പേരെയും കാണുന്നു. ബുദ്ധിയുള്ളവർ വിളക്കിലും പാത്രത്തിലും എണ്ണ എടുത്തിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. അർദ്ധരാത്രിയിലാണ് മണവാളൻ വന്നത്. മണവാളൻ വന്നപ്പോൾ എണ്ണ കരുതിയവർ അവനോടൊപ്പം വിരുന്നുശാലയിൽ കയറി വാതിലും അടച്ചു. എണ്ണ കരുതാത്തവർ വാങ്ങുവാൻ പോയി. കൂടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ കടകളിൽ പോയി വാങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത്. വിശ്വാസം എന്നത് ആരോടും കടം വാങ്ങിക്കാൻ ഒക്കുന്നതല്ല.
എണ്ണ വാങ്ങി മടങ്ങി വന്നവർ യജമാനനെ വാതിൽ തുറക്കണമേ എന്ന് നിലവിളി തുടങ്ങി. അപ്പോൾ അതിൻ്റെ മറുപടി അകത്തുനിന്ന് കേട്ടത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നായിരുന്നു. പ്രിയരെ, നമ്മുടെ അർദ്ധരാത്രി അനുഭവത്തിലും മണവാളനു വേണ്ടി നാം ഒരുങ്ങിയിരുന്നേ മതിയാകുകയുള്ളൂ. ആത്മീയത കടമെടുക്കാൻ കഴിയുന്നതല്ല എന്ന് മറന്നു പോകരുത്. എപ്പോഴും ആത്മീയമായി നിറയപ്പെട്ടവരായി മണവാളനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ അർദ്ധരാത്രി അനുഭവങ്ങൾ നമ്മെ തളർത്തുവാൻ ദൈവം തരുന്നതല്ല, വളർത്തുവാനാണ്. അപ്പം ജീവിതത്തിലെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെ, നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളാകാം, മക്കളുടെ വിഷയങ്ങളാകാം, ബന്ധുക്കളുടെ ആകാം, എന്ത് തന്നെയായാലും ഇതൊന്നും നമ്മളെ തളർത്തുകയല്ല വേണ്ടിയത്. ആ സമയം നാം കൂടുതൽ ദൈവത്തോട് അടുക്കുകയാണ് വേണ്ടത്. അപ്രകാരം എണ്ണ കരുതിയത് കൊണ്ടാണ്, അതായത് പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ടവരായി തീർന്നത് കൊണ്ടാണ് പൗലോസിനും ശീലാസിനും ഈ കഠിന യാതനയിലും പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞത്. സ്വർഗത്തിന് പിന്നെ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുകയില്ല. സ്വർഗം പ്രവർത്തിച്ചു. ഭയങ്കര ഒരു ഭൂകമ്പമുണ്ടായി. എല്ലാ ചങ്ങലകളും പൊട്ടി വീണു. കാരാഗ്രഹവാതിലുകളെല്ലാം തുറന്നു. കാരാഗ്രഹ പ്രമാണി ഭയന്നു. അവൻ വന്ന് ചോദിക്കുന്നത്, യജമാനന്മാരെ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന്. സ്വല്പം മുമ്പേ ഇവരോട് മോശമായി സംസാരിച്ചവനാണ്. ഈ ഭൂകമ്പം പലരുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ചങ്ങല അഴിഞ്ഞു, കാരാഗ്രഹവാതിൽ തുറന്നു കിടക്കുന്നു, ആരും പുറത്തും പോകുന്നില്ല. ഇവരെ എല്ലാം ബന്ധനസ്ഥനാക്കിയവനാണെങ്കിൽ ഭയപ്പെട്ടു. പൗലോസിൻ്റെ ശീലാസിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു കൊടുത്തത്, നീയും നിന്റെ കുടുംബവും കർത്താവായ യേശുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുക. പൗലോസിൻ്റെ ശീലസിൻ്റെയും അർദ്ധരാത്രി അനുഭവം ഒരു കുടുംബത്തെയാണ് രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മുടെ ജീവിതത്തിലെ അർദ്ധരാത്രി അനുഭവങ്ങൾ നാം എണ്ണയുള്ളവരായിട്ടാണോ ഫേസ് ചെയ്തത്? അതോ എണ്ണയില്ലാത്ത വിളക്കുമായിട്ടാണോ ഇരുന്നത്? ഏത് അർദ്ധരാത്രി അനുഭവത്തിലും, ഏത് കഷ്ടതയുടെ മധ്യത്തിലും ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തിയാൽ ആ മണവാളൻ്റെ സാന്നിധ്യം നമുക്കറിയാം. മണവാളനെ കാത്തിരുന്ന് സ്വീകരിക്കുവാൻ അനേകർക്ക് പ്രേരണ നൽകുന്നതായിരിക്കണം നമ്മുടെ അർദ്ധരാത്രി അനുഭവം. വിളക്കിലും അല്ലാതെയും എണ്ണ കരുതുക. മണവാളൻ അർദ്ധരാത്രിയിൽ വരും. നിന്റെ കഷ്ടതയുടെ സമയത്ത് ഒരിക്കലും നിന്നെ തന്നെ അവൻ വിടുകയില്ല. നിന്റെ വഴിയിൽ അവൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. പാടി ആരാധിക്കുക. നിന്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ നിന്റെ ആരാധന കൂടണം, നിന്റെ സ്തോത്രം പറച്ചിൽ കൂടണം. നീ പ്രാർത്ഥിക്കണം. തകർന്ന ഹൃദയത്തോടുകൂടി നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്രകാരം ദൈവത്തെ സ്തുതിക്കുന്നവരാകുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വരുന്നു. ഒരു ക്ഷമായാചനയോടെ അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അർദ്ധരാത്രി അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് എപ്പോഴെങ്കിലും ഞങ്ങൾ പിറുപിറുക്കുകയോ അങ്ങയോട് കോപിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈ വിലയേറിയ അനുഭവത്തിനായി സ്തോത്രം.
പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കഷ്ടതയുടെ മധ്യത്തിലും കഷ്ടതയുടെ കാഠിന്യത്തിലും അവർ ചെയ്യാത്ത തെറ്റിനവരെ ശിക്ഷിച്ചപ്പോഴും അവർ ചെയ്തത് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കർത്താവെ, ഞങ്ങൾക്കും ആ ഗുണം തരണമേ. പ്രാർത്ഥിക്കുവാനും പാടുവാനും സ്തുതിപ്പാനും ഞങ്ങൾക്കും കൃപ തരണമേ. പലപ്പോഴും പ്രാർത്ഥിക്കുകയും പാടുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ നിശബ്ദരായി ഇരിക്കാറുണ്ട്. എന്നാൽ എല്ലാ സമയവും ആ നിശബ്ദതയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, പുരുഷാരത്തിൻ്റെ ഘോഷം പോലെ ഹല്ലേലൂയ എന്ന് ആർത്തു പാടുവാൻ ഞങ്ങളുടെ ശബ്ദത്തെ അവിടുന്ന് തുറന്നു തരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങളുടെ കൂടിയിരിക്കണമേ. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും, ഇത് ശ്രവിക്കുന്ന ഓരോരുത്തരെയും അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന, അർദ്ധരാത്രി അനുഭവത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ കാണുവാൻ അവരെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൂടിയിരിക്കണേ. യേശുവിൻ നാമത്തിൽ അപേക്ഷ കേൾക്കണമേ. ആമേൻ. മലയാളം ബൈബിൾ സ്റ്റഡി.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.